മോദിയുടെ പേര് പറിച്ചു വെട്ടിമാറ്റുകയാണ്. യോഗിയുടെ കൺമുന്നിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നിട്ടും ഒന്നും മിണ്ടാനാവാതെ തല കുനിക്കേണ്ടി വന്നു. മഹാകുംഭമേളയൊക്കെ നടത്തി ജനശ്രദ്ധ നേടുന്ന യോഗിക്ക്. പക്ഷേ മോദിയുടെ കവാടത്തിലെ പേരുകൾ പറിച്ചു കളഞ്ഞതിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാനില്ല. അതിന് തക്കതായ കാരണമുണ്ട്. ദമപൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ പ്രൈമറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയ വീർ അബ്ദുൾ ഹമീദിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേര് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നൽകിയിരുന്നു. എന്നാൽ ഈ ആഴ്ച ആദ്യം ഗാസിപൂർ വിദ്യാഭ്യാസ ഭരണകൂടം സ്കൂളിന്റെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലേക്ക് പുനർനാമകരണം ചെയ്തു. വ്യാപകമായ പൊതുജന പ്രതിഷേധത്തിനും രാഷ്ട്രീയ പ്രതിഷേധത്തിനും പിന്നാലെ ചൊവ്വാഴ്ച സ്കൂൾ അധികൃതർ സ്കൂളിന്റെ പേര് ഷഹീദ് വീർ അബ്ദുൾ ഹമീദ് PM ശ്രീ കോമ്പോസിറ്റ് സ്കൂൾ ദമപൂർ ജഖാനിയൻ ഗസിപൂർ ജില്ല എന്നാണ് പുനഃസ്ഥാപിച്ചത്. രക്തസാക്ഷിയായ സൈനികന്റെ ചെറുമകൻ ജമീൽ അഹമ്മദ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. PM ശ്രീ കോമ്പോസിറ്റ് വിദ്യാലയ ദമപൂർ സ്കൂൾ എന്നായിരുന്നു സ്കൂളിന് നൽകിയ പുതിയ നാമം. സംഭവത്തിൽ വ്യാപകമായ വിമർശനം ഉയർന്നു. UP-യിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയത് മുതൽ തുടങ്ങിയ വർഗീയ സ്വഭാവത്തോടെയുള്ള പേരുമാറ്റത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നടപടി കൂടിയാണിത്. 1965-ൽ പാകിസ്ഥാനോട് ഇന്ത്യ വിജയിച്ച യുദ്ധത്തിലെ രക്തസാക്ഷിയുടെ പേര് മാറ്റിയതിനെതിരെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പ്രതിപക്ഷത്തും രംഗത്ത് വന്നിരുന്നു. ഇന്ത്യക്ക് വേണ്ടി തന്റെ മുത്തച്ഛൻ നടത്തിയ പരമമായ ത്യാഗത്തിന്റെ സ്മരണയ്ക്കായാണ് സ്കൂളിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയതെന്നും അംബൽ ഹമീദിന്റെ കൊച്ചുമകൻ ജമീൽ ആലം പറഞ്ഞു. സ്കൂളിന്റെ പേര് ഏകപക്ഷീയമായി മാറ്റിയത് രക്തസാക്ഷിയെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജമീൽ ആലം ടെലിഫോൺ വഴി പ്രൈമറി വിദ്യാഭ്യാസ ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തു. അബ്ദുൾ ഹമീദിന്റെ പേര് സ്കൂൾ രേഖകളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പേരുമാറ്റത്തെക്കുറിച്ചുള്ള വിവാദത്തോട് BSA ഗാസിപൂർ സെക്ഷൻ ഓഫീസർ ഹേമന്ത് റാവു പ്രതികരിച്ചത്. സ്കൂൾ നേരിട്ട് സന്ദർശിച്ച് ഇക്കാര്യം അന്വേഷിക്കുമെന്നും റാവു ഉറപ്പു നൽകി. 1982-ലാണ് അബ്ദുൾ ഹമീദിന്റെ പേര് സ്കൂൾ വളപ്പിൽ ആദ്യമായി എഴുതിയതെന്ന് രക്തസാക്ഷിയുടെ കൊച്ചുമകൻ ജമീൽ ആലം പറയുന്നുണ്ട്. തുടർന്ന് 2012-ൽ സമാജ്വാദി പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന ശിവപാൽ യാദവിന്റെ ഉത്തരവിനെ തുടർന്നാണ് സ്കൂളിൽ ഔപചാരികമായി രക്തസാക്ഷിയുടെ പേര് നൽകിയത്. യുദ്ധത്തിനിടെ പാകിസ്ഥാന്റെ 3 പാറ്റൺ ടാങ്കുകളാണ് അബ്ദുൾ ഹമീദിന്റെ നേതൃത്വത്തിൽ തകർത്തത്. US നിർമ്മിത പാറ്റൺ ടാങ്ക് തകർക്കാൻ കഴിയില്ലെന്ന അവകാശവാദം കൂടിയാണ് അബ്ദുൾ ഹമീദ് ഇതോടെ തകർത്തത്. അദ്ദേഹത്തിന്റെ ഭാര്യ റസൂലൻ ബീവിയാണ് മരണാനന്തര ബഹുമതി രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്.